വരുമ്പോൾ ഫുള്ള് മരുഭൂമിയായിരുന്നു കേട്ടോ. ഇവിടെ ദിവാനികളും ഇതൊക്കെ നമ്മൾ ഏരിയ ഫുള്ള് ഇത് പടർന്ന് പന്തലിക്കും. പിന്നെ പലരും പല ടൂൾസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പല ഡിസൈനുകളും വെട്ടിയെടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പിന്നെ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളെ കുവൈത്തിയുടെ ദിവാനിയുടെ മുൻഭാഗത്തെ ഗാർഡൻ വെട്ടി വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വരുമ്പോൾ ഫുള്ള് മരുഭൂമിയായിരുന്നു കേട്ടോ. ഇവിടെ ദിവാനികളും ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്താണ്. ഈ ഒരു ചെടി ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. 4 മണിപ്പൂവ് 10 മണിപ്പൂവ് എന്നൊക്കെ പറയുന്ന ഇതുപോലെ ഒടിച്ച് ഒരെണ്ണം നട്ടാൽ തന്നെ ഒരെണ്ണത്തിൽ തന്നെ ഏകദേശം ഇത്രത്തോളം വരും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് ഇത് പടർന്ന് പന്തലിക്കും. പിന്നെ നമ്മളൊന്ന് വെട്ടി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കത്തിയാണ് കേട്ടോ, നമ്മളെ കൊടുവാൾ. പലരും പല ടൂൾസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വളരെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർഡൻ ഡിസൈൻ ചെയ്യാനുള്ള അനുവാദം കുവൈത്തി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. വളർന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വെട്ടി ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഫാമിലെ വേറെ ജോലികൾ തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വളർന്ന് വലുതായത്. പിന്നെ തണുപ്പ് കാലം വരാൻ പോകുമ്പോഴാണ് ഇനി ഗസ്റ്റുകളുടെ എണ്ണം കൂടി വരും. അപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു സമയമൊന്നും പിടിക്കാൻ നമുക്ക് നേരിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത് മുമ്പ് ഞാൻ കട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാട്ടോ അങ്ങനെ നേരെ ഞാൻ കട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ അളവൊന്നും പിടിക്കാണ്ട് കട്ട് ചെയ്ത് വിട്ടത്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് ലെവൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മുകൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ ബെറ്റർ. നമുക്ക് അധികം മുകൾ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ലെവലിൽ കിട്ടിയാലേ ഇത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. വെള്ളം നനയ്ക്കാൻ ഇതിൻ്റെ അടിയിലൂടെ പൈപ്പ് പോയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഇതിൻ്റെ തണ്ട് നടുമ്പോൾ തന്നെ ഒരു ഡ്രിപ്പ് ലൈന് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നനഞ്ഞു വന്നോളും. ഇനിയിപ്പോൾ 2 ദിവസം 4 ദിവസം നനച്ചില്ലേലും ഈ ചെടിക്കൊന്നും ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഹൈറ്റ് വെട്ടുന്ന ആ ലൈറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് ആ ലൈറ്റ് മൊത്തത്തിൽ കാണാനുള്ള രീതിയിലാണ് ഞാൻ ഹൈറ്റ് വെട്ടി വെച്ചിരിക്കുന്നത്. ഏകദേശം ഇത്രത്തോളം വേസ്റ്റ് ഉണ്ട്. കാരണം ഒരു മാസത്തോളം ഞാൻ ഗാർഡനിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗസ്റ്റുകളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫുള്ള് വെട്ടി വൃത്തിയാക്കി ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസത്തിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഞാൻ ഈ ഇടുന്നത്. കാരണം അന്ന് വെട്ടി കംപ്ലീറ്റ് ആക്കി അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് നല്ല വൃത്തിയിൽ ഇതുപോലെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരം വൈകിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് അങ്ങനെ ഒരുപാട് വളർന്നു നിന്ന് കണ്ടത്. ഈ ഒരു ചെടിയിൽ നമുക്ക് പല ഡിസൈനുകളും വെട്ടിയെടുക്കാം കേട്ടോ. പക്ഷേ നമ്മളെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ, ഗാർഡൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ വെച്ച് ചെയ്തത്. ഇനി നല്ല ഡിസൈൻ വെച്ച് ചെയ്യണം. രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും.